our predominant actor and Honorable Minister of State for Tourism, Petroleum, Natural Gas, the Government of India, Sri Suresh Gopi. Sir, now I heartily welcome you to deliver the inaugural address. നമസ്കാരം. പിതാവേ എന്ന് മാത്രം വിളിച്ച് ശീലമുള്ള നിങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ പ്രിയങ്കരനായ ബാബ തിരുമേനി കാർദിനാൾ ക്ലീമസ് പിതാവിന് എൻ്റെ നമസ്കാരം. മുൻ മന്ത്രി ശ്രീ വി മുരളീധരൻ, ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ ജോൺസൺ ജോസഫ്, സ്വാഗതമോദിയ പട്ടം സെൻറ് മേരി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി റാണി എം അലക്സ് തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള രാധാകൃഷ്ണൻ സാർ, സന്ദീപ്, മറ്റ് വിശിഷ്ടാതിഥികൾ, സദസ്സിൽ നേരിട്ടും അല്ലാത്ത മാർഗങ്ങളിലൂടെയും ഈ പരിപാടിയിൽ ഹൃദ്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹത്തിനും ഈ സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ, ഈ സ്കൂളിൻ്റെ സുഹൃത്തുക്കൾ, PTA ഭാരവാഹികൾ, പ്രിയങ്കരരായ മാധ്യമ സേനാ പ്രവർത്തകർ, എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം, നമസ്കാരം. ഒരു മന്ത്രി എന്ന നിലയ്ക്കല്ല, ഒരു കലാകാരൻ, ആ കലാകാരന് ഹൃദയപരമായി എന്നും പേറിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുക. പക്ഷെ ഭരണഘടന അനുശാസിക്കുന്ന വരികളിലൂടെയും വഴികളിലൂടെയും സഞ്ചരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അത് മറ്റ് ആഭരണങ്ങളെല്ലാം കുറച്ച് നിമിഷ നേരത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ അമ്മാവനായിട്ടോ അച്ഛനായിട്ടോ കൊച്ചച്ഛനോ വല്യച്ഛനായോ ഒക്കെ ആയിട്ട് പെരുമാറാനാണ് ഇഷ്ടം. ഞാനിന്ന് ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്നൊക്കെ ഒരു ബ്രാക്കറ്റിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന വളരെ ചുരുക്കം വിദ്യാലയങ്ങളുടെ കൂട്ടത്തിലുള്ള തിരുവനന്തപുരത്തിൻ്റെ അധ്യയന ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ല് നാട്ടിയ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് മേഖലകൾ നിരവധിയാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ നാവിലേക്ക് ആദ്യം ഇറ്റുവെക്കുന്നത് ജലം എന്ന് പറയുന്ന ഭൂമി മാതാവിൻ്റെ ചുരത്തലാണ് ആദ്യം നാവിലേക്ക് ഇറ്റുവെക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അക്ഷരമാണ് പതിവ് നൽകുന്നത്. അക്ഷരത്തിൻ്റെ പെരുമ ജീവിതത്തിൽ ഭക്ഷണം പോലെയും മറ്റെല്ലാ അംശങ്ങൾ പോലെയും വളരെ പ്രധാനമാണ്. സംസാരിക്കാൻ ഭാഷ അറിഞ്ഞൂടാത്തവർ, ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മീഡിയം സ്വാംശീകരിക്കാൻ
കഴിയാത്തവര് നമുക്ക് പല രോഗങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അങ്ങനെ മാത്രമേ നമുക്ക് വിളിക്കുവാൻ സാധിക്കൂ. അങ്ങനെ ഒരവസ്ഥയിലുള്ളവരും അറിവ് നേടുന്നതിന് പഞ്ചേന്ദ്രിയ സദസ്സ് എന്ന് പറയുന്നത് സമ്പുഷ്ടമാണ്. മനുഷ്യ ഫിസിയോളജിയിൽ അത് പ്രസന്റാണ്. ഇറ്റ് ഈസ് ഓംനി പ്രസന്റ്. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ കീഴടക്കിയ റേഡിയോ ശ്രവണം എന്ന് പറയുന്നത് പുതിയ ഒരു പ്രവണത രൂപം പേറിക്കൊണ്ട് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരു ലോക നേതാവ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 2014 ഒക്ടോബർ 3 ആരംഭിച്ചു വെച്ച മൻ കി ബാത്ത്, അത് 110 ചാപ്റ്ററുകൾ പിന്നിട്ടിരിക്കുന്നു എന്നതൊരു രാജ്യത്തെ സംബന്ധിച്ച് കീർത്തി ചാർത്തപ്പെടുന്ന ഒരു മേഖല കൂടി നമുക്ക് തിളക്കത്തോടെ നേടുവാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പെരുമയാണ് മൻ കി ബാത്തിനുള്ളത്. മൻ കി ബാത്തിനെ അടിസ്ഥാനപ്പെടുത്തി മൻ കി ബാത്തിൻ്റെ റീച്ചബിലിറ്റി, ആക്സസിബിലിറ്റി ഇത് രണ്ടും ഒരു വശത്തുണ്ടെങ്കിലും വാട്ട് ഈസ് ദ ഫൈനൽ ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഓഫ് those renderings? What was the content of that intention? ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന 2014 ശേഷം ഭരണകർത്താക്കൾ വിഭാവനം ചെയ്യുക മാത്രമല്ല, അവർ സന്തോഷത്തോടെ തൊട്ടറിയുകയും ആ സന്തോഷത്തോടെ ജനസമൂഹത്തിന് ഒരുപക്ഷെ മൻ കി ബാത്തിൽ അംശങ്ങൾ മാത്രം വിതറാനാണ് സാധിച്ചിട്ടുള്ളത്. ആ അംശങ്ങൾ എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ മാത്രം നിർവഹണമല്ല, സമൂഹത്തിലെ പെരുമ അർപ്പിക്കപ്പെടേണ്ട വ്യക്തികളും സംഘങ്ങളും ചേർന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വളർച്ചയുടെ തിളക്കം പകരുന്നതിനുള്ള സംഭാവനകളുടെ ഒരു പൂച്ചെണ്ട് കൂടി ആ പ്ലാറ്ററിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അത് ആദ്യം തുടങ്ങിയത് വ്യക്തി അധിഷ്ഠിത സംഭാവനകളിലാണെങ്കിൽ പിന്നീട് അത് സംഘങ്ങൾ ചേർന്നുള്ള വലിയ രീതിയിലുള്ള ഒരുപക്ഷെ രാജ്യത്തിൻ്റെ GDP ചേരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും അതുവഴിയുള്ള സന്ദേശം പേറുന്ന സംഭാവന പ്രവർത്തനം കൂടിയായപ്പോഴേക്കും ഇതിന് വളരെ വ്യാപകമായി ഒരു ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥി മാത്രമല്ല, ഒരു ജീവിത ചരിത്രം അറിഞ്ഞിരിക്കേണ്ട ഓരോ വ്യക്തിയിലേക്കും വളർച്ചയുടെ കണ്ണികൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയായി. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല, പറയാൻ അവർക്ക് യാതൊരു ഗ്രൗണ്ടുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പ്രക്ഷേപണം 110 ചാപ്റ്ററുകൾ കഴിഞ്ഞു. 111ാമത്തെ ചാപ്റ്റർ ഈ മാസം 2024 ജൂൺ 30 പ്രക്ഷേപണം ചെയ്യുകയാണ്. അതിന് പിന്നാലെ സംപ്രേഷണവും ഉണ്ടാവും. പക്ഷെ ഇതെങ്ങനെ സമൂഹത്തിൽ അറിവ് പതിപ്പിക്കൽ എന്ന നിലയ്ക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു പരിശോധന കൂടി നടത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സായ വിദ്യാർത്ഥി സമൂഹം അത് ഓരോ ശ്രേണി തിരിച്ച്, അത് സൗകര്യാർത്ഥം മാത്രമാണ്, നെഹ്റു യുവ കേന്ദ്രയും അവർക്ക് വേണ്ടുന്ന ഇംപെറ്റസ് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ, ഇഫ് ഐ എം നോട്ട് റോങ്, ഇവർ 2 സംഘങ്ങളും ചേർന്ന് രൂപകൽപ്പന നൽകിയ ഈ ക്വിസ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ മൻ കി ബാത്ത് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ആ മനസ്സിലാക്കലിൽ നിന്ന് നിങ്ങൾ ഈ രാജ്യത്തിന് നൽകാൻ പോകുന്ന
നൽകാൻ പോകുന്ന സംഭാവനകളുടെ ഒരു പട്ടിക. അതിനകത്ത് ഒരുപാട് നൂതന ചിന്താഗതി ഉണ്ടാവാം, അതിൻ്റെ പ്രാവർത്തികത, അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട സ്ട്രഗിൾ, ഇതിൻ്റെ എല്ലാം ഒരു ടാബുലേഷൻ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പഠന റിപ്പോർട്ട് കൂടിയാണ് ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും നെഹ്റു യുവ കേന്ദ്രയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ഉദ്യമം. ആ ഉദ്യമത്തിൻ്റെ 3ാമത്തെ സീസൺ ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്ദേശമാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധാപൂർവം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണിത് പറയുന്നത് എന്ന് പറയുന്ന ഉത്തമ ധാരണയോടെ, കൂടുതൽ ശ്രദ്ധയോടെ, ഇത് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലം അല്ല, യു എൻഫോഴ്സ് ദിസ് സിസ്റ്റം ഓർ സീസൺ കോളിംഗ് ഇറ്റ് കരിക്കുലം. അങ്ങനെ എടുത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ ഒരു പരീക്ഷണം നടത്തുന്ന വേദികളിൽ ശക്തിയോടെ കേരളത്തിന് പങ്കുചേരാൻ സാധിക്കണേ എന്ന് പറയുന്ന സന്ദേശം കൂടി ഇതുണ്ട്. 2023 ഒരുപക്ഷെ നടത്തപ്പെട്ട് 2 സീസണുകളുടെയും ഭാഗമായിട്ട് 2023 സ്വാതന്ത്ര്യ ദിന ദിവസം ഡൽഹിയിലേക്ക് ഇതിൻ്റെ വിന്നേഴ്സിനെ കൊണ്ടുപോകുവാൻ സാധിച്ചു. 2ാം സീസണിലെ വിജയികളെ 2024 റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ വിജയികൾക്ക് സാധിച്ചു. ഇതിനി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം ഏതൊക്കെ മേഖലകളിലാണ് നന്മകൾ സ്ഫുരിക്കുന്നത്, ആ മേഖലകളിലൊക്കെ ഇതിൻ്റെ വിജയികൾക്ക് ഒരു പങ്കുചേരൽ ഒന്ന് തൊട്ടറിയാനുള്ള അവസരം ലഭിക്കുന്ന തരത്തിൽ ഈ പരിപാടി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർച്ചയുടെ കണ്ണികൾ കുഞ്ഞുങ്ങൾ തന്നെയാണ്, പൊതുസമൂഹം തന്നെയാണ്. അങ്ങനെ ഒരു ഉത്തമമായ ഒരു പദ്ധതിയുടെ 3ാം സീസൺ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യം അറിയിക്കുന്നു. ഇത് നടക്കുന്ന ദിവസം ശ്രവണ സ്വഭാവത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് നടക്കുന്നത് സ്വർഗീയനായ ശ്രീ PN പണിക്കർ കേരളത്തിൽ തുടങ്ങിവെച്ച വായന പ്രവണത, അതിന് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ മുൻതുണയ്ക്കുന്ന ലൈബ്രറി സമ്പ്രദായം കൊണ്ടുവന്ന മഹാനായ പണിക്കർ സാറിനെയാണ് ഞാൻ ഈ ദിനം ഓർക്കുന്നത്. വായനയുടെ പ്രാധാന്യം ഒരുപക്ഷെ എനിക്ക് പിന്നാലെ വന്ന് സംസാരിക്കുന്ന ഡോക്ടർ ശ്രീകല മാഡം നിങ്ങളോട് വ്യക്തമായി പറയും. അവർക്കൊക്കെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിലുണ്ടാവും. പറയാൻ വിട്ടുപോയാൽ മാത്രം ഞാനത് നേരത്തെ പറഞ്ഞു വയ്ക്കുന്നു. വായന എന്ന് പറയുന്നത് സ്വാംശീകരണമാണ്, മനസ്സിലാക്കൽ മാത്രമല്ല. മഹാന്മാരായ എഴുത്തുകാരുടെ, മഹാന്മാരല്ലാത്ത എഴുത്തുകാരുടെയും വരികളിൽ എവിടെയൊക്കെയോ നമുക്ക് ജീവിതത്തിൽ സ്വാംശീകരിക്കേണ്ടതും ആ സ്വാംശീകരിച്ചത് സന്ദേശപൂരിതമായി തന്നെ ഒന്ന് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതിനുള്ള മെസ്സേജായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇതിനേക്കാളൊക്കെ പ്രധാനം ഇന്നത്തെ ഗാഡ്ജറ്റ്സിൻ്റെ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് വായന വെളുപ്പിലും കറുപ്പിലും നിന്ന് എന്ന് പറയുന്ന ഒരു എക്സസൈസ്. നമുക്കൊരു ഓപ്റ്റിക് നെർവ് കൊണ്ട് മാത്രം ഒരു ചെറിയ ക്യാവിറ്റിയിൽ കിടന്ന് ഇടതും വലതും മേലും കീഴും നീങ്ങുന്ന ഒരു ഐബോൾ, അതിനുള്ള എക്സസൈസാണ് വായന. കൃത്യമായ പ്രിന്റഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എഴുതുന്ന മെറ്റീരിയലായാലും അച്ചടക്കമുള്ള പ്രിന്ററും എഴുത്തുകാരനുമായാൽ യൂണിഫോമിറ്റി ഓഫ് എ ഫോണ്ട് is there in a book, except in places where you have to put the name of a chapter.
ഇറ്റ് വിൽ ബി ഇൻ എ ഡിഫറെൻറ്റ് ഫോണ്ട്. ആ ഒരു ഫോണ്ടിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് കൃത്യമായ ഐക്ക് ഒരു സെറ്റിംഗ് കൊടുക്കും കണ്ണിന്. ആ കണ്ണ് തുടക്ക അക്ഷരം തുടങ്ങി വാക്ക് തുടങ്ങി സഞ്ചരിച്ച് ഒരു കൃത്യ ദൂരം സഞ്ചരിച്ച് ഒരു സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്ന എക്സസൈസ് എന്ന് കുഞ്ഞുങ്ങൾക്കില്ലാത്തത്, വായനയിലൂടെ ഇല്ലാതെ പോയത് ഒരുപക്ഷെ കണ്ണ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്കും പ്രായമൊട്ടുമേ എത്താതെ വലിയ സോഡാക്കുപ്പി ചില്ലുകളിട്ട കണ്ണടകളുമായി നടക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് കണ്ണിനുള്ള വ്യായാമം കൂടിയാണ് വായന എന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം. ബാക്കി കാര്യങ്ങൾ ശ്രീകലാ മാഡം ഇവിടെ പറയും. ആ വായന ദിനത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് 1829 സ്ഥാപിതമാവുന്നത്. മഹാനായ സ്വാതി തിരുനാൾ മഹാരാജാവാണിത് തുടങ്ങി വയ്ക്കുന്നത്. അപ്പൊ അന്നങ്ങനെ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. ആ ഇൻറ്റൻറ്റിൻ്റെ ഒരു പൂർണ്ണമായ അനുഗ്രഹം നമ്മൾ തുടർന്നും ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകേണ്ടത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ആ വായനാ ദിന ആഘോഷങ്ങൾ അല്പം മുമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തതാണെങ്കിലും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. SM ന്യൂസ്, സെൻറ് മേരീസ് സ്കൂളിൻ്റെ തന്നെ ഒരു ഇൻബിൽറ്റ് റേഡിയോ ഡിസ്പെല്ലിംഗ് സിസ്റ്റം. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ എപ്പിസോഡ് ഈ അധ്യയന വർഷം തുടങ്ങി വയ്ക്കുന്നു. അത് തുടങ്ങി വെച്ചതായി എല്ലാവരെയും അറിയിക്കുന്നു. എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിച്ച് മടങ്ങുന്ന വഴിക്ക് പുസ്തകങ്ങൾ, ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇവിടുത്തെ SM ന്യൂസിൻ്റെ ഈ വർഷത്തെ പുതിയ അധ്യയന വർഷത്തിലെ എപ്പിസോഡും ഞാൻ തിരിച്ചെൻ്റെ കസേരയിലേക്ക് മടങ്ങുമ്പോൾ തുറന്നു വയ്ക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പറയാതെ വയ്യ, സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളുടെ ആഘോഷങ്ങളിൽ നിന്ന് കണ്ണ് നനയിപ്പിക്കുന്ന ഒരവസ്ഥയിൽ അനുഭവിച്ചാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് വീണ്ടും എത്രയോ തവണ വരുവാൻ വേണ്ടി മടങ്ങുന്നത്. ഇവിടെ ഈ അന്തരീക്ഷം ഒരുക്കിയ എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.